എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെ HD ക്വാളിറ്റി പ്രിൻറ്റ് ആദ്യമേ ലഭിക്കാൻ താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ലിങ്ക് വർക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം ലിങ്ക് വഴി സിനിമ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി കഴിഞ്ഞ മാസം വമ്പൻ റിലീസായി തിയേറ്ററിലേക്ക് എത്തിയ പാൻ ഇന്ത്യൻ മലയാള സിനിമയാണ് എമ്പുരാൻ. തിയേറ്ററിൽ നിന്നും 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഇപ്പോൾ ഇതാ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് തരുണം എന്ന സിനിമയെക്കുറിച്ചാണ്. രാജയ്യപ്പ, ഗീത കൈലാസം തുടങ്ങിയവർ പ്രധാന റോളിലെത്തി തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ജനുവരി മാസം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയാണ് തരുണം. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചിരിക്കുകയാണ്. ചിത്രം ഏപ്രിൽ 25-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് തെങ്കോട്ട വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് കള്ളം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ജിയോ ബേബി നായകനായി കഴിഞ്ഞ വർഷം ഡിസംബർ മാസം തിയേറ്ററിലേക്ക് എത്തിയ ഡ്രാമ ഫാമിലി മലയാള സിനിമയാണ് കള്ളം. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ഏപ്രിൽ 25-ന് മനോരമ മാക്സ് വഴി സ്ട്രീം ചെയ്യും. ഇന്ന് രാത്രി മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് കമ്മാട്ടിക്കളി. അജ്മൽ, ലെന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ ഏപ്രിൽ 25-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നിറം മാറും ഉലകിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. JB ബ്രിട്ടോ സംവിധാനം ചെയ്ത് നടരാജൻ നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി പരാജയപ്പെട്ട തമിഴ് സിനിമയാണ് നിറം മാറും ഉലകിൽ. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ഏപ്രിൽ 25-ന് ചിത്രം സൺനെക്സ്റ്റ് വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നതാണ്. അടുത്ത അപ്ഡേറ്റ് എക്സ്ട്രാഡീസൺ എന്ന സിനിമയെക്കുറിച്ചാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തി ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഭേദപ്പെട്ട വിജയം നേടിയെടുത്ത ഡാർക്ക് കോമഡി ത്രില്ലർ മലയാള സിനിമയാണ് എക്സ്ട്രാഡീസൺ. ഇപ്പോഴത്തെ സൈനാപ്ലേ വഴി ചിത്രം OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. നേരത്തെ HD പ്രിന്റ് ലീക്കായ സിനിമ ഏപ്രിൽ 26-ന്, അതായത് നാളെ അർദ്ധരാത്രി 12 മണിക്ക് സൈനാപ്ലേ വഴി സ്ട്രീം ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മാർട്ട് സ്ക്വയർ എന്ന സിനിമയെക്കുറിച്ചാണ്. നിതിൻ, പ്രിയങ്ക ജവാൽക്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി കോമഡി ഡ്രാമ ജോണറിൽ മാർച്ച് മാസം തിയേറ്ററിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് മാർട്ട് സ്ക്വയർ. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമ എങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ഏപ്രിൽ 25-ന് ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. അരുൺ ഗോപി സംവിധാനം ചെയ്ത് തമന്ന, ദിലീപ് തുടങ്ങിയവർ പ്രധാന റോളിലെത്തിയ മാസ് ആക്ഷൻ ത്രില്ലർ മലയാള സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ചിത്രത്തിൻ്റെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ ബാന്ദ്ര എന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ചിത്രം മനോരമ മാക്സ് വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ OTT റിലീസ് ചെയ്ത പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.